തിരുവനന്തപുരം നഗരമധ്യത്തിലൂടെയുള്ള ആമയിഴഞ്ചാന്തോട്ടിൽ ജോയി എന്ന ഒരു ജോലിക്കാരൻ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങുന്നു. അയാൾ പിന്നീട് മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നു. ഇപ്പോൾ കോഴിക്കോട്ടുകാരനായ അർജുൻ എന്ന യുവാവ് ലോറിയുമായി പോയതാണ് കർണാടകത്തിലേക്ക്. അവിടെ പ്രകൃതിക്ഷോഭത്തിനിടയിൽപ്പെട്ട് അദ്ദേഹത്തെയും കാണാതായിട്ടുണ്ട്. ഇവിടെയൊക്കെ മാധ്യമങ്ങളുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ. അത് ഗുണമാണോ ദോഷകരമാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ അശോക് കർത്ത സാറുണ്ട്. സ്വാഗതം സാർ. സ്വാഗതം സാർ, ഞാൻ പറഞ്ഞു കേട്ടല്ലോ, ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഇടപെടൽ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ചോദിക്കുക, അങ്ങനൊരു തീരുമാനം എടുക്കുന്നതിനെക്കാട്ടിലും അതൊരു ടൈം പാസ്സാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ ദൃക്സാക്ഷി വിവരണം എന്നുള്ള മട്ടിലാണ് ഇവർ പലരും ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. അതിനിടയ്ക്ക് ഇപ്പം ശരിക്കുമുള്ള ദൃക്സാക്ഷി വിവരണത്തിനെ പറ്റി നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ മഹാഭാരതത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും ഉചിതം. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് സഞ്ജയൻ അവിടെ യുദ്ധത്തിൻ്റെ എല്ലാ ആസ്പെക്ട്സും പിന്നീട് ധൃതരാഷ്ട്രക്ക് കൺവേ ചെയ്യുന്നുണ്ട്. ഈ ടി വി ഒക്കെ വന്നതിന് ശേഷം ഭാഗവത സപ്താഹക്കാരൊക്കെ പറയുന്നത് അത് ലൈവ് ടെലികാസ്റ്റ് ആണെന്നാണ്. ശരിക്ക് അങ്ങനെയല്ല. 10 ദിവസത്തെ യുദ്ധം നടന്നു. ആ യുദ്ധത്തിലെല്ലാം അദ്ദേഹം യുദ്ധം കണ്ടതിന് ശേഷം അവിടെ നടന്ന സംഭവങ്ങളൊന്നും വിട്ടുപോകാതെ അന്ധനായ ധൃതരാഷ്ട്രക്ക് അത് വിവരിച്ചു കൊടുക്കുന്നതാണ് ഭഗവത്ഗീതയുടെ ഒരു ഭാഗം. സഞ്ജയൻ ഉവാച എന്ന് പറഞ്ഞിട്ടാണ്. അതിൻ്റെ അകത്ത് ഗീത പഠിക്കുന്ന എല്ലാവരും പശ്യതി, അല്ലെങ്കിൽ വേദാന്തം ഭാരതീയ ഫിലോസഫി പഠിക്കുന്ന എല്ലാ ആളുകളും പശ്യതി എന്നൊരു പദമാണ് ഈ ട്രാൻസ്ഫറിന്, അതായത് ഒരു സംഭവം നടന്നതിനെ വിശദീകരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന പദം. കാണുന്നത് പോലെ വിശദീകരിച്ചു കൊടുക്കുക. ആ ശബ്ദത്തിലാണ് അത് വിശദീകരിച്ചു കൊടുക്കുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന ആളിൻ്റെ ഉള്ളിൽ ഒരു ചിത്രം അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ ചിത്രം നിർമ്മിച്ചു കൊടുക്കും. അന്ധനായ ധൃതരാഷ്ട്രക്ക് അത് കാണാൻ പറ്റി എന്നുള്ളതാണ് മഹാഭാരതത്തിൽ വ്യാസന്റെ ഏറ്റവും വലിയ കലാവിരുദ്ധം. ഈ സഞ്ജയന്റെ പ്രത്യേകതയെ പറ്റി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഞ്ജയന് പക്ഷപാതത്വമില്ലായിരുന്നു. കൗരവർ ജയിച്ചാലും പാണ്ഡവർ ജയിച്ചാലും അവിടെ നടന്ന കാര്യങ്ങൾ ധൃതരാഷ്ട്രയെ അറിയിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അത് പക്ഷം പിടിക്കാതെ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തിരുന്നു അല്ലേ? അതെ, പക്ഷം പിടിക്കാതെ എന്താണോ അവിടെ കണ്ടത് അതിനെ റിപ്പോർട്ട് ചെയ്യുകയാണ് സഞ്ജയൻ ചെയ്തത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംഭവങ്ങളിലൊക്കെ ഇടപെട്ട മാധ്യമപ്രവർത്തകർ ഒട്ടും നിഷ്പക്ഷരാണെന്ന് തോന്നിയില്ല. അവർക്ക് നിക്ഷിപ്ത താല്പര്യങ്ങളുള്ളതുപോലെയാണ് തോന്നിയത്. ഒരു ഭാഗത്ത് ആമയിഴഞ്ചാന്തോട്ടിൻ്റെ വിഷയം വരുമ്പോഴേക്കും കേരള സർക്കാരിനെയും മേയറെയും ഒക്കെ ലോ ലൈറ്റിൽ കാണിക്കുകയും അതിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഇതെന്തോ സംഭവമാണെന്നുള്ളൊരു വലിയ നറേഷൻ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് അതിൻ്റെ അകത്ത് കാണിച്ചത്. രണ്ടാമത് ഷിരൂരിൽ മണ്ണിടിഞ്ഞ സന്ദർഭത്തിൽ അവിടെ പോയിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിൻ്റെ തക്കതായ വിവരമൊന്നും അദ്ദേഹത്തെ കണ്ടില്ല. കാരണം അദ്ദേഹം തുള്ളിക്കളിച്ച്, അതായത് ഈ കോടാങ്കി നൃത്തം എന്ന് പറയുന്ന വിധത്തിലായിരുന്നു അവിടുത്തെ, ഞാൻ കണ്ട ദൃശ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് അദ്ദേഹം കാണുന്നത്. അത്രയും ഇടിച്ചു കയറി അദ്ദേഹം സംസാരിക്കുന്നു, പോലീസിനോട് സംസാരിക്കുന്നു. ഇതെല്ലാം ഞാൻ സെൽഫ് സെൻറ്റേർഡായിട്ട്, ഞാൻ കേന്ദ്രമായിട്ട് ചെയ്യുന്ന വിധത്തിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. അത് ഇനിയിപ്പോൾ നമ്മൾ ആ പശ്യതി എന്ന് പറഞ്ഞ വാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, അദ്ദേഹം അത് പറയുമ്പോൾ നിഷ്പക്ഷമതിയായ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഇദ്ദേഹത്തിൻ്റെ പക്ഷമാണ് തെളിഞ്ഞു വരുന്നത്.
കാരണം ആ വിഷയത്തിൽ അവിടെ ഒരു പല വാഹനങ്ങൾ അതുവഴി പോയിട്ടുണ്ട്. അദ്ദേഹം ഫോക്കസ് ചെയ്തേക്കുന്ന ഒരൊറ്റ വാഹനത്തെയാണ്. ആ വാഹനത്തിൻ്റെ അകത്ത് തടിയോ മറ്റോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്തെ ലോഡ്. ആ വാഹനം കാണാതായി. മറ്റ് വാഹനങ്ങളെ പറ്റിയോ ഈ പറയുന്ന മണ്ണിടിച്ചിൽ കൊണ്ട് ബാക്കി അതിന് ചുറ്റുപാടും ഉണ്ടായിട്ടുള്ളവർക്കുള്ള വിഷയങ്ങളോ ഒന്നും ഫോക്കസ് ചെയ്യാതെ ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ആ ലോറി നിങ്ങൾ കണ്ടെടുക്കണം എന്നുള്ളതാണ്. അല്ല, അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ആ ലോറിയിലാണ് അർജുനെ കാണാതായത്. അർജുന് വേണ്ടിയാണ് ഈ തെരച്ചിൽ, അതിനു വേണ്ടിയിട്ടാണ് ഈ മലയാളത്തിലെ മാധ്യമങ്ങളിൽ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ഞാൻ അങ്ങോട്ട് വരാം, അവിടേക്ക് എത്താം. അതേ ദിവസം തന്നെ ചാർധാം യാത്രയ്ക്കിടയിൽ 13 പേരാണ് മണ്ണിടിച്ചിൽപ്പെട്ടിട്ട് കാണാതായത്. കേരളത്തിൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒറ്റപ്പാലം ഭാഗത്ത് മണ്ണിനടിയിൽ പോയ 6ലധികം ആളുകൾ എപ്പോഴും കിട്ടാനുണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയോണ്ടാണ്. 6 പേരെ അവർക്ക് ബാക്കിയുള്ളവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഈ ദുരന്തം എന്ന് പറയുന്ന, ഷിരൂരിലുണ്ടായ ദുരന്തം എന്ന് പറയുന്നത് അത് വളരെ ഖേദകരമായൊരു ദുരന്തമാണ്, പ്രകൃതി ദുരന്തമാണ്. ഈ ദുരന്തത്തിൽ മാധ്യമപ്രവർത്തകർ പോയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, അതായത് ലോറി കണ്ടെടുക്കുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് അർജുനൻ്റെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി അതിൻ്റെ പുറത്ത് ഒട്ടിച്ചു വെച്ചു. അതിൽ കൂടുതലൊന്നും എനിക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നില്ല. കാരണം ലോറി കണ്ടെടുക്കണം. ഈ ലോറി ഒരുപക്ഷെ ലീസിനെടുത്ത ലോറി ആണെങ്കിൽ, അതിൻ്റെ ഉടമ ലീസിനെടുത്തേക്കുന്ന ലോറി ആണെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോറി കണ്ടെടുത്തേ പറ്റൂ. ലോറിയിലെ ചരക്ക് കണ്ടെടുത്താലേ അതിന് ഇൻഷുറൻസ് കിട്ടൂ. എൻ്റെ ഒരു ഫീലിൽ അതിനു വേണ്ടിയിട്ട് ഈ മാധ്യമപ്രവർത്തകൻ ശ്രമിച്ചത് മുഴുവൻ അതിനു വേണ്ടിയിട്ടാണെന്നാണ്. പിന്നെ ദുരന്തമുഖത്ത് പോകുന്ന ഒരു മാധ്യമപ്രവർത്തകൻ വളരെ ശ്രദ്ധാലുവായിരിക്കണം. പുള്ളിക്ക് ഒരു വിധമായിട്ടുള്ള ആശങ്കയോ, അത് പുള്ളി എന്തോ ഒരു സേഫ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന പോലാണ്. അതൊട്ടും ഒരു സേഫ് പ്ലാറ്റ്ഫോം അല്ല. വിക്ടറിൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാവുന്നതാണ് വിചാരിക്കുന്നത്. മനോരമയുടെ ഫോട്ടോഗ്രാഫറായിരുന്നു വിക്ടർ. അദ്ദേഹം മലവെള്ളപ്പാച്ചിൽ പെട്ടുപോയതാണ്. അത് ആത്മാർത്ഥമായിട്ട് അവിടെ ചെന്ന് ചെയ്തിട്ട് പറ്റിപ്പോയൊരു അബദ്ധമാണ്. അത് ആ റിസ്ക് എപ്പോഴും അതിൻ്റെ അകത്തുണ്ട്. ഇനി ഞാനൊരു 1986-ലോ 87-ലോ ആണെന്ന് തോന്നുന്നു, കോഴിക്കോടിനടുത്തുള്ള കോട്ടൂളിയിൽ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന് ഗവൺമെന്റ് പറഞ്ഞു അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. കോട്ടൂളി പോയി അവിടെ നടന്ന ഭൂകമ്പത്തിനെ പറ്റി ഒരു റിപ്പോർട്ട് കൊടുക്കണം. അപ്പം എർത്ത് സയൻസ് ഡിവിഷന്റെ ഹെഡ് വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റിനെയും അതിനേക്കാട്ടിലും ജൂനിയർ ആയിട്ടുള്ള 2 സയന്റിഫിക് അസിസ്റ്റന്റുകളെയും ഒരു സർവേയറെയും കൂടെ വിട്ടു. പിന്നീട് അതൊരു വിവാദമായി. ആദ്യം അത് തിരുവനന്തപുരത്തെ അന്ത്യപത്രങ്ങളാണ് അത് വിവാദമാക്കിയത്. അതിൻ്റെ പിന്നിൽ വേറെ ആ സ്ഥാപനത്തിലെ ഇന്റേണൽ പൊളിറ്റിക്സ് കൂടെ കാണുമായിരിക്കും. വിവാദമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിനോട്, ഈ സയന്റിസ്റ്റിനോട് അദ്ദേഹത്തിനോട് പരിചയമുള്ള കക്ഷികൾ പലരും ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോയില്ല? CM നിങ്ങൾ പോയി ഒരു റിപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. പക്ഷേ നിങ്ങൾ പോയില്ല. എന്താ കാര്യം? പറഞ്ഞു, ഭൂകമ്പങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. ആവർത്തന ഭൂകമ്പം ഉണ്ടാകാനിടയുണ്ട്. അവിടെ എൻ്റെ പഠനം എന്ന് പറയുന്നത് അവിടെ പോയി ആ മണ്ണിനടിയിൽ വീണ്ടും ഒരു ഭൂകമ്പത്തിൽ പെടുക എന്നുള്ളത് അല്ല. ഭൂകമ്പം ആവർത്തിക്കാതിരിക്കാനും അല്ലെങ്കിൽ അതിനുള്ള മുന്നറിയിപ്പുകൾ തയ്യാറാക്കാനും വേണ്ടിയുള്ള ശാസ്ത്ര പഠനമാണ് ഞാൻ നടത്തിയത്. അതിനാണ് ഗവൺമെൻറ് പൈസ ചെലവാക്കിയിട്ടുള്ളത്. ഇവർ കൊണ്ടുവരുന്ന റിപ്പോർട്ടിൽ നിന്ന് എനിക്ക് അനലൈസ് ചെയ്യാൻ, വിശകലനം ചെയ്ത് അത് കണ്ടുപിടിക്കാൻ കഴിയും. ഞാനിവിടെ പോകേണ്ട കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രശ്നം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അതായത് ഈ ചാനൽ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറയും
ചാനൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ ചാനൽ അവിടെ ഒരു ചാനൽ അല്ലെങ്കിൽ 2 ചാനൽ 3 ചാനൽ നമ്മുടെ മലയാളത്തിലെ ചാനലുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന ടാം റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക്, അതായത് ഏത് ചാനലാണ് കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകുന്നത്. നമുക്കറിയാം യങ് ജനറേഷൻ ഇപ്പോൾ ടി വി അധികം കാണുന്നില്ല, മുതിർന്നവരും ഒരു പരിധി വരെ കാണുന്നില്ല. അപ്പോൾ അവരൊക്കെ ഈ മൊബൈലിലേക്ക് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലേക്ക് മാറുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ തിരിച്ച് ടി വി ചാനലിലേക്ക് കൊണ്ടുവരണം. ആ ടി വി ചാനൽ കൂടുതൽ വ്യൂവേഴ്സ് എത്തിക്കുകയും അതേ സ്ഥലത്ത് പരസ്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യണം. എങ്കിൽ മാത്രമേ ചാനലുകളുടെ നിലനിൽപ്പുള്ളൂ. ഞാനൊരു 15 വർഷം മുഖ്യധാര മാധ്യമങ്ങൾ, അതായത് മുഖ്യധാര ചാനലുകളിൽ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയണം. നമ്മൾ ഫീൽഡിൽ നിൽക്കുമ്പോൾ റിപ്പോർട്ടർ എന്ന നിലയിൽ ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ തലപ്പത്തിരിക്കുന്ന ആൾ വിളിക്കും, നീ എന്താ അവിടെ നിൽക്കുന്നത്, മറ്റേ ചാനലിലെ ആൾ കുറച്ചുകൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നല്ലോ. അടുത്ത ചാനലിൽ വിളിക്കുന്നത്, നീ എന്താ ആ ചാനൽ അവിടെ നിൽക്കുന്നത്, മറ്റേ ചാനലിൻ്റെ റിപ്പോർട്ടർ ബോട്ടിൽ കയറി പോകുന്നല്ലോ. അപ്പം ഭയങ്കര ഒരു മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ ഈ ഓരോ റിപ്പോർട്ടറും അവിടെ ചെല്ലുന്ന ആളുകളും ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ നിർബന്ധിതരാകുന്നു. അത്തരമൊരു സാഹചര്യമായിരിക്കും ഇവിടെ സംഭവിച്ചത്. അതിനകത്ത് ഈ മെറിറ്റ് നോക്കാനോ അല്ലെങ്കിൽ അത് ശരിയായ രീതിയിലാണോ എന്നൊക്കെ ഉള്ളത് നോക്കാൻ ഇവർക്ക് കഴിയില്ല. ഇവരുടെ മുമ്പിൽ മത്സരം മാത്രമേ ഉള്ളൂ. ആവാം, പക്ഷേ ആദ്യമായിട്ട് ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ ഒക്കൂ. റിപ്പോർട്ടർ അവിടെ സ്ലിപ്പ് ചെയ്ത് തെന്നി വീണ് പോയാൽ വിക്ടർക്ക് പറ്റിയത്, വിക്ടർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഏരിയയിലാണ് വിക്ടർക്ക് അബദ്ധം പറ്റിയത്. അത് മലവെള്ളപ്പാച്ചിലിന്റെ സ്പീഡ് അദ്ദേഹത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. വെള്ളം ഒഴുകി വരുന്നത് പറ്റാതെ പോയി. ഇത്രയുള്ള റിസ്കി ആയിട്ടുള്ള ഏരിയകളിൽ ഈ റിപ്പോർട്ടിങ് നടത്തുമ്പോൾ ബോധമുള്ള ഏത് മനുഷ്യനും ആദ്യം അവൻ്റെ ജീവനെപ്പറ്റി കൂടെ ഒന്ന് ചിന്തിക്കണം. ഇല്ലെങ്കിൽ പ്രേക്ഷകർക്ക് നഷ്ടമൊന്നുമില്ല, അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മാത്രമേ നഷ്ടം ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇവർ ഉന്നയിക്കുന്ന വിഷയങ്ങളാണ്. അത് ചെയ്യേ എന്നൊന്നും ഒരു റിപ്പോർട്ടർ പറയുന്നതുകൊണ്ട് കാര്യമില്ല. കാരണം ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജി അനുസരിച്ചിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇപ്പം നമ്മൾ കൊങ്കൺ റെയിൽവേയിൽ അവർക്കിപ്പോൾ അതിൻ്റെതായ ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷേ കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ മലയിടിച്ചിലുണ്ടാകുമ്പോൾ ഇവർ അമ്പരന്ന് പോയി. അവിടെ മലയിടിച്ചിൽ പ്രതീക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. അതവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൊങ്കൺ പാതയിലേക്കൊക്കെ മലയിടിച്ച് വീണു. പക്ഷെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവരതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ അവർ തന്നെത്താൻ കണ്ടുപിടിച്ച് എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടണം, അവർക്ക് കച്ചവടം വർദ്ധിപ്പിക്കണം എന്നുള്ളതിൻ്റെ അകത്തൊന്നും നമുക്ക് വിരോധമില്ല. പക്ഷേ ഈ സംഗതി, അതായത് ഇത് കാണുന്ന ആളുകൾ എന്ന് പറയുന്ന ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് ആളുകളാണ്. ഇതിൽ പലർക്കും മലയിടിച്ചിലുകൾ നേരിട്ട് അനുഭവമുള്ള ആളുകളുണ്ടാകും. ഇപ്പം നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ അല്ലെങ്കിൽ ഹിമാചലിലൊക്കെ ജീവിച്ച ആളുകൾക്ക്, അല്ലെങ്കിൽ കർണാടകത്തിൽ തന്നെ ഇപ്പം കുടകില് ഒരു തവണ കുടകിൽ ഞാൻ പോയി കഴിഞ്ഞപ്പം ജസ്റ്റ് മിസ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു മലയിടിച്ചിലിൽ നിന്ന് ജസ്റ്റ് മിസ് ചെയ്തു. താഴേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോരുന്നതിനിടയ്ക്ക് ബാക്കി മലയിടിക്കുന്നു. അപ്പം അത് കഴിഞ്ഞ് വണ്ടി മുന്നോട്ട് മാറ്റി നിർത്തി നമ്മളതൊക്കെ കാണുക എന്നുള്ളതേ ഉള്ളൂ. ഈ പ്രകൃതിക്ഷോഭത്തിൻ്റെ കാര്യത്തിൽ പോയി തലയിടുകയും അതിനകത്ത് അതിൻ്റെ ശാസ്ത്രീയമായിട്ടും പിന്നെ അവിടെ പ്രായോഗികമായിട്ടും ചെയ്യാവുന്ന കാര്യങ്ങളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്യുന്ന നടപടി പിന്നീട് അത് വളരെ പരിഹാസ്യമായി. ഇപ്പോൾ അതാണ് സാറേ ആ പറഞ്ഞാൽ ശരി. അതായത് ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടരുത്. അതായത് ആ കാര്യങ്ങൾ ചെയ്യേണ്ട വിദഗ്ധരാണ്. ആ മേഖലയെക്കുറിച്ച് അറിയാവുന്ന സൈന്യത്തിൻ്റെ ആൾക്കാരോ NDRFോ ചെയ്യുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഈ മണ്ണിൻ്റെ അടിയിൽ റോറിയുണ്ട്, ഇവർക്കൊന്നും അറിയില്ല, സൈന്യത്തിൻ്റെ കയ്യിൽ ആവശ്യത്തിന് ഉപകരണമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു നരേഷൻ ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതായത് SP റിയാക്ട് ചെയ്യുന്നില്ല, DYSP ഇംഗ്ലീഷിൽ പറയുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നമ്മൾ മാറി നിൽക്കണം. അതുകൊണ്ടാണ് ഈ കേരളത്തിലുള്ള മാധ്യമങ്ങളെ 3 കിലോമീറ്ററോളം ദൂരത്തേക്ക് മാറ്റി നിർത്തേണ്ടി വന്നത്. അപ്പോൾ ഈ കൃത്യസമയത്ത് നമ്മൾ അനാവശ്യമായി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ലോറി ഇപ്പം കണ്ടെത്താൻ കഴിഞ്ഞേനെ. അപ്പോൾ ഈ മാധ്യമങ്ങൾ ചെയ്തത് ഈ അനാവശ്യ ഇടപെടലാണ്. തീർച്ചയായിട്ടും അത് തന്നെയല്ല, പലര് ചേർന്നാൽ പാമ്പ് ചാവുകയില്ല എന്നുള്ളത് വളരെ വാസ്തവമായ കാര്യമാണ്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ ഇടപെട്ട് കഴിഞ്ഞാൽ തീരെ ചാവുകയില്ല. കാരണം ഈ പറയുന്ന അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അവരെ റിസ്ക് എടുത്ത് പണി ചെയ്യാൻ വരുമ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വൈഷമ്യമാണ്. പിന്നീട് ഇതിനിടയ്ക്ക് ആരോ പറയുന്നു എനിക്ക് ഒരു തൂമ്പാത ഞാനിപ്പോൾ കുഴിച്ച് കണ്ടുപിടിച്ച് കളയാന്നൊക്കെ ആരോ പറഞ്ഞതായിട്ടൊക്കെ ഞാൻ കണ്ടത്.
ഇതൊക്കെ ഈ മലയിടിച്ചിലിന്റെ വ്യാപ്തി എന്താണെന്ന് അറിയാവുന്ന ഏതെങ്കിലും പൊട്ടന്മാരത് പറയുമോ? അതുവരെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത അവിടെയാണ് നമ്മൾ സഞ്ജയനെ മാതൃകയാക്കേണ്ടത്. അവിടെ യുദ്ധമുഖത്ത് ഇപ്പം അർജുനന്റെ മസിൽ 4 ഇഞ്ച് പൊങ്ങിയെന്നൊന്നും അങ്ങേര് പോയി പറഞ്ഞില്ല. ആ യുദ്ധം എന്താണോ ആ യുദ്ധത്തിന്റെ ടോട്ടാലിറ്റി വെച്ചിട്ടാണ് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് റിപ്പോർട്ട് ചെയ്തത്. ഒരു മാധ്യമപ്രവർത്തകൻ ആദ്യമായിട്ട് അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലുടനീളം സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു വിവേചന ശക്തിയാണ്. ഞാൻ ഈ പറയുന്ന ഇൻസിഡൻസുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെ നയിക്കുന്ന ഒരു ബുദ്ധി ഇവരുടെ തലയ്ക്കകത്തില്ല എന്നുള്ളതാണ്. കാരണം ഏത് സാധാരണ മനുഷ്യന് പോലും ഒരു നടക്കുന്ന സമയത്ത് അവിടെ പോയി ഇടപെട്ടിട്ട് ചില സമയത്ത് നോക്കി നിന്നേ പറ്റത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാനൊക്കത്തില്ല. ഇപ്പോൾ ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൽ വീഴുന്ന ആളിനെ രക്ഷപ്പെടുത്താൻ നീന്തറിയുന്നവന് പോലും പ്രയാസമാണ്. അവിടെ അതേസമയം നമ്മളിവിടെ 18ലെ വെള്ളപ്പൊക്കത്തില് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വന്ന് ചെയ്യുന്ന കണ്ടു. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏരിയ ആണത്. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രമേ അത്തരം കാര്യങ്ങൾ ഇടപെടാൻ പറ്റൂ. ഇവിടെ ഇപ്പം പറയുന്നത് മാധ്യമ പ്രവർത്തകരുടെ എത്തിക്സ് പാലിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു ദുരന്ത മുഖത്ത് നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഒരു രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ മാധ്യമ പ്രവർത്തകർ അതിനോട് സഹകരിക്കാം, പക്ഷേ ആ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തരുത്. അവർ ഡ്രോൺ പറത്തുമ്പോൾ നമ്മളും ഇവിടെ എന്നുവെച്ച് മറ്റൊരു ഡ്രോൺ പറത്തി അതിൻ്റെ ദൃശ്യങ്ങൾ കൂടുതലെടുക്കാൻ ശ്രമിക്കരുത്. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കി നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ, അതിലൊക്കെ ഒരു നിയന്ത്രണം വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ, അതായത് പോലീസ് സമീപനം പാലിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമപ്രവർത്തകന്റെ അല്ലെങ്കിൽ അതുപോലെ അവിടെ ചെന്ന മാധ്യമപ്രവർത്തകരുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഏതാണ്ട് അതേയൊക്കെ വിദ്യാഭ്യാസമുള്ള അതേ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പരിക്കില്ലാതെ രക്ഷപ്പെടാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ വളരെ മോശമായത്. കാരണം ഇവരെല്ലാം ഒരു സ്കൂളിൽ പഠിച്ച ആളുകളാണ്. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന പോലീസുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു കുറച്ചുകൂടെ ചിന്താപൂർവമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്താൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇത് മാധ്യമപ്രവർത്തനം കൂടുതൽ പരിഹാസ്യവുമായി. തീർച്ചയായിട്ടും. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.